നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു പ്രത്യേകതരം കൂണിനെക്കുറിച്ചാണ്. പുരാതന കാലം മുതലേ ഒരു അത്ഭുത ഔഷധമായി കണക്കാക്കപ്പെടുന്ന ഒന്ന്. ഇന്നത്തെ കാലത്ത് DXN എന്ന ഒരു കമ്പനി അത് എങ്ങനെയാണ് ഒരു കംപ്ലീറ്റ് ആരോഗ്യ പദ്ധതിയായി മാറ്റിയിരിക്കുന്നത് നമുക്കൊന്ന് വിശദമായി നോക്കാം. അപ്പോൾ എന്താണ് ഈ ഗാനോഡെർമ? സിമ്പിളായി പറഞ്ഞാൽ ഇതൊരു കൂണാണ്. പക്ഷെ വെറുമൊരു കൂണല്ല. കിഴക്കൻ വൈദ്യശാസ്ത്രത്തിലൊക്കെ ഇതിന് വലിയൊരു സ്ഥാനമുണ്ട്. അമരത്വം നൽകുന്ന കൂൺ എന്നൊക്കെയാണ് ഇതിനെ പണ്ട് വിളിച്ചിരുന്നത്. കേൾക്കുമ്പോൾ തന്നെ ഒരു അത്ഭുതം തോന്നുന്നില്ലേ? ഇതിന് പല സ്ഥലങ്ങളിലും പല പേരുകളുണ്ട് കേട്ടോ. ചൈനയിലൊക്കെ ഇതിനെ ലിങ്ഷി എന്ന് വിളിക്കും. ജപ്പാനിലാണെങ്കിൽ റെയ്ഷി എന്നും. പേരെന്തൊക്കെ ആയാലും കാര്യം ഒന്നുതന്നെ. ആയിരക്കണക്കിന് വർഷങ്ങളായി ആരോഗ്യത്തിനും നല്ല ആയുസ്സിനും വേണ്ടി ആളുകൾ ഇതിനെ ഒരുപോലെ കണ്ടിരുന്നു. അപ്പോ ഇത്രയും പാരമ്പര്യമുള്ള ഈ ഒരു സംഭവത്തെ DX എന്നൊരു കമ്പനി എങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്? അതാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ DXN പ്രധാനമായും രണ്ട് തരം പ്രോഡക്ട്സ് ആണ് ഇതിൽ നിന്നും ഉണ്ടാക്കുന്നത്. ഒന്ന് RG, അതായത് റേഷി ഗാനോ. ഇത് 90 ദിവസം പ്രായമുള്ള കൂണിൽ നിന്നാണ് എടുക്കുന്നത്. ഇതിന്റെ പ്രധാന ഉദ്ദേശം നമ്മുടെ ശരീരത്തിലെ വിഷാംശമൊക്കെ കളഞ്ഞു ഒന്ന് ക്ലീനാക്കുക എന്നതാണ്. രണ്ടാമത്തത് GL, അതായത് ഗാനോസീലിയം. ഇത് വെറും 14 ദിവസം പ്രായമുള്ള കൂണിന്റെ വേരുപടലത്തിൽ നിന്നാണ്. ഇതിന്റെ പണി എന്താണെന്ന് വെച്ചാൽ ശരീരത്തിന് ഓക്സിജൻ സപ്ലൈ കൂട്ടുക, പുനരുജ്ജീവിപ്പിക്കുക എന്നൊക്കെയാണ്. അപ്പോൾ രണ്ടിനും രണ്ട് റോളുകളാണ്. ഇനിയിപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? വെറുതെ അങ്ങ് കഴിച്ചാൽ മതിയോ? അല്ല, അതിനൊരു കൃത്യമായ പ്ലാനുണ്ട്. ഒരു 30 ദിവസത്തെ ഹെൽത്ത് പ്ലാൻ. നമുക്ക് ആ ഒരു യാത്ര എങ്ങനെയുണ്ടാവുമെന്ന് നോക്കാം. ഈ പ്ലാൻ 4 ആഴ്ചകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഓരോ ആഴ്ചയിലും ഓരോ സ്റ്റെപ്പുകളാണ്. വളരെ പതിയെ ശരീരത്തിന് പൊരുത്തപ്പെടാൻ സമയം കൊടുത്തുകൊണ്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ആഴ്ച ഒരു തുടക്കം മാത്രം. വളരെ ചെറിയ ഡോസിൽ, അതായത് ഒരു RG, ഒരു GL എന്ന കണക്കിൽ തുടങ്ങുന്നു. ഈ സമയത്ത് ശരീരം ഇതിനോട് പൊരുത്തപ്പെടാൻ തുടങ്ങും. ചിലർക്ക് ചെറിയൊരു തലകറക്കം പോലെയൊക്കെ തോന്നാം. അതിനെയാണ് ഡിറ്റോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അതൊന്നും പേടിക്കാനില്ല. പക്ഷെ ഒരു കാര്യം നിർബന്ധമാണ്: ധാരാളം വെള്ളം കുടിക്കണം, ഒരു 8-10 ഗ്ലാസ്സെങ്കിലും. രണ്ടാമത്തെ ആഴ്ചയാവുമ്പോഴേക്കും നമ്മൾ ഡോസ് ഒന്ന് കൂട്ടും. അതായത് രാവിലെയും വൈകുന്നേരവുമായി 2 RG, 2 GL വീതം. ഈ ഒരു ഘട്ടത്തിലെത്തുമ്പോഴേക്കും പലർക്കും ചില നല്ല മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. ഉദാഹരണത്തിന്, ഉറക്കം കുറച്ചുകൂടി നന്നായി കിട്ടുന്നു, ദഹനത്തിനൊക്കെ ഒരു സുഖം തോന്നുന്നു എന്നൊക്കെ. മൂന്നാം ആഴ്ചയിൽ ഡോസ് അതുപോലെ തന്നെ തുടരും. വേണമെങ്കിൽ അവരുടെ തന്നെ DXN കോഫിയോ ചായയോ ഒക്കെ ഇതിന്റെ കൂടെ ഉൾപ്പെടുത്താം. ഈ സമയമാകുമ്പോഴേക്കും ശരീരം ശരിക്കും പ്രതികരിച്ചു തുടങ്ങും. പ്രത്യേകിച്ച് ഹൈ ബ്ലഡ് പ്രഷറോ അല്ലെങ്കിൽ ഡയബറ്റിസോ ഒക്കെയുള്ളവർക്ക് കാര്യമായ മാറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടേക്കാമെന്നാണ് സോഴ്സുകളിൽ പറയുന്നത്. ഇതിന്റെ കൂടെ ചെറിയ വ്യായാമങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ നമ്മൾ അവസാന ആഴ്ചയിലേക്ക് കടക്കുകയാണ്. 4ാമത്തെ ആഴ്ച. ഈ സമയത്ത് നമ്മുടെ ശരീരത്തിന്റെ പ്രതികരണമനുസരിച്ച് ഡോസിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താം. ഒരു 2-3 ക്യാപ്സ്യൂൾ വരെയാവാം. ഈ ഘട്ടത്തിൽ കിട്ടുന്ന റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ മൊത്തത്തിലൊരു ഉണർവ്, നല്ല എനർജി, ഫോക്കസ് ചെയ്യാൻ പറ്റുന്നു, സ്കിൻ കുറച്ചുകൂടി ക്ലിയറായി, ടെൻഷനൊക്കെ കുറഞ്ഞതായി തോന്നുന്നു. ഇതൊക്കെയാണ് പ്രതീക്ഷിക്കാവുന്ന മാറ്റങ്ങൾ. അപ്പോൾ ശരി, ഈ 30 ദിവസത്തെ പ്ലാൻ ഒരു തുടക്കം മാത്രമാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ കുറച്ചുകൂടി ദീർഘകാലത്തേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഗാനോഡെർമ കൊണ്ട് ശരീരത്തിനും മനസ്സിനും എന്തൊക്കെ ഗുണങ്ങളാണ് കിട്ടുക? നമുക്ക് ആ വലിയ ചിത്രമൊന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് നമ്മുടെ ശരീരത്തിന്റെ ഡിഫൻസ് സിസ്റ്റം, അതായത് പ്രതിരോധശേഷിയെ ഇത് എങ്ങനെ സഹായിക്കുന്നു എന്നതാണ്. ഒന്നാമതായി ഇത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബലപ്പെടുത്തും. പിന്നെ നമ്മുടെ ശരീരത്തിലെ ഒരു പവർ ഹൗസായ കരളിനെ സംരക്ഷിക്കാൻ ഇത് സഹായിക്കുമത്രേ. ഫാറ്റി ലിവർ പോലെയുള്ള പ്രശ്നങ്ങൾ നിയന്ത്രിക്കാനും നല്ലതാണ്. അതുപോലെ ശരീരത്തിലുള്ള വിഷാംശങ്ങളെയും മറ്റ് ആവശ്യമില്ലാത്ത ഘടകങ്ങളെയും പുറന്തള്ളാനും ഇത് സഹായിക്കുന്നു. ഇതിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുമുണ്ട്. ശരി, പ്രതിരോധശേഷി മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും ശരീരത്തിന്റെ മൊത്തത്തിലുള്ളൊരു ബാലൻസിനും ഇത് നല്ലതാണെന്ന് പറയപ്പെടുന്നുണ്ട്. അതായത് നമ്മുടെ BP കുറയ്ക്കാൻ ഇത് സഹായിച്ചേക്കാം. ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാം. ഷുഗർ ലെവൽസ് നിയന്ത്രിക്കുന്നതിലും ഇതിനൊരു പങ്കുണ്ട്. ഇതെല്ലാം നമ്മുടെ ഹൃദയാരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണല്ലോ. ഓക്കേ, നമ്മൾ ഇതുവരെ സംസാരിച്ചത് കൂടുതലും ശാരീരികമായ കാര്യങ്ങളെക്കുറിച്ചാണ്. പക്ഷേ ഗാനോഡെർമയുടെ കഥ അവിടെ തീരുന്നില്ല. പണ്ടുകാലം മുതലേ മനസ്സിന്റെ ഒരു ശാന്തതയ്ക്കും സമാധാനത്തിനും വേണ്ടി ആളുകൾ ഇതുപയോഗിച്ചിരുന്നു. ഇന്നത്തെ കാലത്തിൽ നമുക്കെല്ലാവർക്കും ഏറ്റവും ആവശ്യമുള്ള ചില കാര്യങ്ങളാണിത്. അതായത് സ്ട്രെസ്സും ടെൻഷനും കുറയ്ക്കാൻ സഹായിക്കുന്നു. രാത്രിയിൽ നല്ല ആഴത്തിലുള്ള ഉറക്കം കിട്ടാൻ പ്രോത്സാഹിപ്പിക്കുന്നു. ഇതൊരു മസിൽ റിലാക്സൻ്റായും പ്രവർത്തിക്കുമത്രേ. പണ്ടൊക്കെ ആളുകൾ ധ്യാനത്തിനിരിക്കുന്നതിന് മുൻപ് മനസ്സിനെ ശാന്തമാക്കാൻ ഇത് ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ കേട്ടുകഴിയുമ്പോൾ സ്വാഭാവികമായും ചില സംശയങ്ങളുണ്ടാവും. ഇത് പ്രായോഗികമായി എങ്ങനെയാണ്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? നമുക്ക് ചില അനുഭവങ്ങളും പ്രധാനപ്പെട്ട മുന്നറിയിപ്പുകളും ഒന്ന് നോക്കാം.
ഇവിടെ ഒരു അനുഭവക്കുറിപ്പ് നോക്കൂ. റഫീഖുൽ ഇസ്ലാം എന്ന 45 വയസ്സുകാരൻ പറയുന്നത്, ഞാൻ 3 മാസം DXN RG&GL ഉപയോഗിച്ചു. ആദ്യത്തെ മാസത്തിൽ തന്നെ എന്റെ ഉറക്കം ഒരുപാട് മെച്ചപ്പെട്ടു, ക്ഷീണം കുറഞ്ഞു, കരളിന്റെ എൻസൈമുകൾ മുൻപത്തേക്കാൾ നല്ല നിലയിലാണെന്ന് ഡോക്ടറും പറഞ്ഞു എന്നാണ്. ഇതുപോലെയുള്ള വ്യക്തിപരമായ മാറ്റങ്ങളെക്കുറിച്ചാണ് പലരും സംസാരിക്കുന്നത്. എന്നാൽ ഒരു കാര്യം വളരെ പ്രധാനമാണ്. എല്ലാവർക്കും ഇത് കണ്ണടച്ചുപയോഗിക്കാൻ പറ്റില്ല. ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഗർഭിണികളും ചെറിയ കുട്ടികളും ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രമേ ഇതുപയോഗിക്കാവൂ. അതുപോലെ ബ്ലഡ് തിന്നേഴ്സ്, അതായത് രക്തം നേർപ്പിക്കാനുള്ള മരുന്നുകൾ കഴിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം. കാരണം ഗാനോഡെർമയ്ക്കും രക്തം നേർപ്പിക്കാനുള്ള കഴിവുണ്ട്. ഇനിയിപ്പോൾ ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും കടുത്ത അസ്വസ്ഥത തോന്നുകയാണെങ്കിൽ ഡോസ് പകുതിയായി കുറയ്ക്കണം. പിന്നെ ഏറ്റവും പ്രധാനം, എപ്പോഴും ഒറിജിനൽ പ്രൊഡക്ട്സ് മാത്രം വാങ്ങുക. ഇനി സാധാരണയായി ആളുകൾക്കുണ്ടാകുന്ന ചില സംശയങ്ങൾ നോക്കാം. RGയും GLും ഒരുമിച്ച് കഴിക്കാമോ? ഉത്തരം അതെ, അവ രണ്ടും ഒരുമിച്ച് പ്രവർത്തിക്കുന്നവയാണ്. എപ്പോഴാണ് കഴിക്കാൻ ഏറ്റവും നല്ല സമയം? സാധാരണയായി രാവിലെ വെറും വയറ്റിൽ കഴിക്കാനാണ് പറയുന്നത്. പക്ഷേ അസിഡിറ്റി പ്രശ്നമുള്ളവർക്ക് ഭക്ഷണത്തോടൊപ്പം കഴിക്കാം. 30 ദിവസം കൊണ്ട് ഫലം കിട്ടുമോ? ഉറക്കത്തിലും എനർജിയിലുമൊക്കെ മിക്കവർക്കും 15 ദിവസം കൊണ്ട് തന്നെ മാറ്റം കണ്ടു തുടങ്ങുമെങ്കിലും പൂർണ്ണമായ ഫലത്തിന് ഒരു 3 മാസമെങ്കിലും എടുക്കുമെന്നാണ് പറയുന്നത്. എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ? സാധാരണയായി വലിയ സൈഡ് എഫക്ട്സ് ഇല്ല, പക്ഷെ നേരത്തെ പറഞ്ഞ ആ ഒരു ഡീറ്റോക്സ് റിയാക്ഷൻ ചിലപ്പോൾ ഉണ്ടാവാം. അപ്പോൾ നമ്മൾ കണ്ട ഈ ഗാനോഡെർമ ഇതൊരു പഴയ കാലത്തെ ഒറ്റമൂലി മാത്രമാണോ? അതോ ഇന്നത്തെ കാലത്തെ ആരോഗ്യ സംരക്ഷണ രീതികളിൽ ഒരു വിപ്ലവം കൊണ്ടുവരാൻ കഴിവുള്ള ഒന്നാണോ? ഇതിന്റെ ഉത്തരം ഒരുപക്ഷെ നിങ്ങൾ തന്നെയാണ് കണ്ടെത്തേണ്ടത്.